നമസ്കാരം, സ്വാഗതം. 2008-2009 വർഷക്കാലത്തെ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ശ്രീ ചിദംബരം ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ജനസാമാന്യത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പൊതുവിൽ ഗവൺമെൻറ്റും. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു ബഡ്ജറ്റാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സാമ്പത്തിക പ്രസ്താവത്തെ സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായ ഒട്ടനവധി പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ബഡ്ജറ്റിൻ്റെ ശേഷമുള്ള ചർച്ചയുടെ ഒരു ഭാഗം നാം കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിൽ നാം വ്യക്തമായും ചില പ്രത്യേക മേഖലകളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയാണ് ഇനി അടുത്ത അരമണിക്കൂറിൽ നടക്കാനിരിക്കുന്നത്. അതിവിശിഷ്ടരായ രണ്ട് വ്യക്തികളാണ് പാനലിലുള്ളത്. ശ്രീ KP പത്മകുമാർ, മുൻ ചെയർമാൻ ഫെഡറൽ ബാങ്ക്, അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുത്തൂറ്റ് ഫിനാൻസ്. ശ്രീ പ്രിൻസ് ജോർജ്, അദ്ദേഹം ചെയർമാൻ DBFS. രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ പത്മകുമാർ, ഒരു പോപ്പുലിസ്റ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ജനപ്രിയ ബഡ്ജറ്റ് എന്ന് ലേബലിട്ട് ശ്ലാഘിക്കപ്പെട്ട് കയ്യടി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വിദഗ്ധരോട് ഞാൻ അധികം ബഡ്ജറ്റിനെ കുറിച്ച് ചോദിക്കാൻ മുതിരില്ല. കാരണം പോസിറ്റീവായിട്ട് പലതും പറയാനുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അതാണോ ഇപ്പോൾ സ്ഥിതിവിശേഷം? ഇത് ഒരു ജനപ്രിയ ബജറ്റ് എന്ന പേരിൽ മുദ്ര കുത്തുന്നത് ഒരു സാഹസമായിരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ. പ്രത്യേകിച്ചും ഒരു ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പാർട്ടി, അതുപോലെ തന്നെ 5-10 സംസ്ഥാനങ്ങളിലോളം കോൺഗ്രസ് ഇലക്ഷനെ ഫേസ് ചെയ്യുന്ന ഒരവസരത്തിൽ അവതരിക്കപ്പെടുന്ന ഒരു ബജറ്റായതുകൊണ്ട് പൊതുവേ ഉള്ള വിശ്വാസം ഇതൊരു പ്യുവർ ജനപ്രിയ ബജറ്റായിരിക്കുമെന്നാണ്. അതായത് ഒരുപാട് സോപ്സോട് കൂടിയിട്ടുള്ള, അതിന് വിപരീതമായിട്ട് സോപ്സും അതോടൊപ്പം തന്നെ വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുന്നതായിട്ടുള്ള ഒരുപാട് മെഷേഴ്സും ഇതിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. അപ്പോൾ അത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, ഇതിലെല്ലാം ഊന്നൽ നൽകിക്കൊണ്ട് അതേസമയം എക്സൈസ് ഡ്യൂട്ടിയിലും മറ്റും വരുത്തിയിട്ടുള്ളതായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ചില നീക്കങ്ങളോടുകൂടി ഗ്രോത്തിന് ഉത്തേജനം നൽകുന്ന ഒരു ബജറ്റ് കൂടിയാണ്. പക്ഷേ അതേ ശ്വാസത്തിൽ നമ്മൾക്ക് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. വളരെ അനുകൂലമായ അന്തരീക്ഷത്തിൽ അവതരിക്കപ്പെട്ട ഒരു ബജറ്റാണിത്. പ്രത്യേകിച്ചും മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% ഓവർഷൂട്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ എസ്റ്റിമേറ്റിനെ. റവന്യൂ ഡെഫിസിറ്റ് ഏതാണ്ട് 1% നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 26 സംസ്ഥാനങ്ങൾക്ക് കറൻറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇല്ല, ഫിസ്ക്കൽ സർപ്ലസ് ആണുള്ളത്. അപ്പോൾ ഒരുപാട് മെഷേഴ്സ് എടുക്കാവുന്ന നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഗ്രോത്തിന് ഊന്നൽ നൽകുന്ന രീതിയിലുള്ള പല മെഷേഴ്സും പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചറിലുമൊക്കെ എടുത്ത് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഈ ബജറ്റിനെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ഭാവിയിലേക്ക് ഒരു ചൂണ്ടുപലക എന്നുള്ള നിലയ്ക്ക് ഈ എക്കണോമിക് ഡോക്യുമെൻറ്റിനെ രൂപാന്തരപ്പെടുത്തേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയും ചൈനയുമാണ് ഇനി ലോകത്തിൻ്റെ ഗ്രോത്ത് എൻജിൻസ്. അപ്പോൾ ഇന്ത്യക്ക് 9% ഗ്രോത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഉപോത്ഫലകമായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ ഈ പോളിസി ഡോക്യുമെൻറ്റിൽ കൂടെ ആവിഷ്കരിക്കാമായിരുന്നു. അതേസമയം ഇത്രയും പോപ്പുലിസ്റ്റായിട്ടുള്ള മെഷേഴ്സ് പലതും എടുത്ത അവസ്ഥയ്ക്ക് പൊളിറ്റിക്കലായിട്ട് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അജണ്ട ചിദംബരത്തിന് കുറച്ചുകൂടി ഒരു ഫോർവേഡ് ലുക്കിംഗ് ബജറ്റ് ആക്കാമായിരുന്നു കൂടിയുള്ള ഒരു വിശകലനമാണ് എൻ്റെ മൊത്തത്തിലുള്ളത്. വണ്ടർഫുൾ. ദൂരകാഴ്ചയുടെ കുറവ് ഒരുപക്ഷെ താങ്കൾ ധനമന്ത്രിയിൽ കാണുന്നുണ്ട്. ശ്രീ പ്രിൻസ്, കഴിഞ്ഞ 2-3 വർഷത്തെ ബഡ്ജറ്റുകൾ നോക്കിയാൽ നാം കണ്ടത് 2-3 വർഷത്തെ ബഡ്ജറ്റുകൾ മാത്രമല്ല, 2-3 വർഷക്കാലമായി സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള അവലോകനങ്ങൾ നോക്കിയാൽ സ്റ്റോക്ക് മാർക്കറ്റാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുഖമുദ്ര എന്ന് ശ്ലാഘിക്കപ്പെട്ടിരുന്നു. നമ്മൾ 12,000 പോയിന്റിൽ നിന്നും സെൻസെക്സ് 10,000, 16,000, 18,000, 20,000 കടന്നു വരുന്നത് കണ്ടു. അപ്പോൾ തന്നെ ഇടതുപക്ഷം ആവശ്യപ്പെടാൻ തുടങ്ങി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറച്ചുകൂടി പിഴിയുക, അതിൻ്റെ വരുമാനം കൊണ്ടുവന്നിട്ട് മറ്റു മേഖലകളിലേക്ക് ചെലവഴിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് പക്ഷേ കുതിപ്പിനൊക്കെ ശേഷം ഒരുപക്ഷെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ഒരു പ്രാവശ്യം തോൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു പേരുദോഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ചിദംബരത്തിൻ്റെ ഒരു മൃദു സമീപനം കഴിഞ്ഞ ചില ബഡ്ജറ്റുകളിൽ ഉണ്ടായിരുന്നു ഓഹരി കമ്പോളത്തിനോട്. ഇപ്രാവശ്യം എങ്ങനെയുണ്ട് നിലപാട്? ചിദംബരത്തിന് മൃദു സമീപനം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് സംശയമാണ് കാര്യത്തിൽ. കാര്യം ശരിക്കും അദ്ദേഹത്തിൻ്റെ പല പ്രപ്പോസൽസും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പല ആളുകളും വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തിരുന്നു കഴിഞ്ഞ ബജറ്റിലും കഴിഞ്ഞ മുമ്പിലത്തെ ബജറ്റിലും ഒക്കെ. ഈ തവണ അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഈ തവണ സ്റ്റോക്ക് മാർക്കറ്റിന് കാര്യമായ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ തവണത്തെ ബജറ്റിനെ സംബന്ധിച്ച് നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ്റെ ആംഗിളിൽ നോക്കുകയാണ്. സാധാരണ ഒരു ബജറ്റിന് പലർക്കും പല അജണ്ട ഉണ്ടല്ലോ. ഗവൺമെൻറ്റിൻ്റെ തന്നെ അജണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വിശകലനം ചെയ്യുന്ന പോലെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അതെന്നുള്ളതാണ്. ചിദംബരത്തിന് പേഴ്സണലായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നതാണ് എനിക്ക് മനസ്സിലായത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബജറ്റ് ഡോക്യുമെൻ്റ് ഇപ്പം ന്യൂസ് ചാനലിൽ കൂടെയും TV അല്ലാതെ പേപ്പറുകളിൽ കൂടെ ഒക്കെ കീറി മുറിച്ചിപ്പോൾ എല്ലാവരും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് ഈ സമയത്ത് വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ പിന്നീടുള്ള അവസരങ്ങൾ, ഇതിപ്പോൾ ലാസ്റ്റ് ബജറ്റ് ആണെന്ന് പറയുമ്പോൾ പോലും തിയറട്ടിക്കലി അടുത്ത ജാനുവരിയിൽ വേണമെങ്കിൽ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് കൂടെ വരാം
ഇലക്ഷന് മുമ്പായി